ഇന്ത്യയിലെ 140-ലധികം കോടി ജനങ്ങൾ ആഹ്ലാദത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും മൂർധന്യത്തിലാണ്. സാമ്പത്തികവും സാങ്കേതികവുമായി ഇന്ത്യയേക്കാൾ മുൻപിൽ നിൽക്കുന്നത് എന്ന് അവകാശപ്പെടുന്ന രാജ്യങ്ങൾക്കൊന്നും കൈവരിക്കാനാകാത്ത വിധത്തിലുള്ള ഉജ്ജ്വല നേട്ടവുമായി ഇന്ത്യ തൻ്റെ ത്രിവർണ്ണ പതാകയുടെ സുവർണ തിളക്കം ചന്ദ്രനിൽ പ്രതിഫലിപ്പിച്ചിരിക്കുകയാണ്. നിശ്ചയമായും ഇതൊരു കാത്തിരിപ്പിൻ്റെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും പ്രോത്സാഹനത്തിൻ്റെയും വിജയം തന്നെയാണ്. രണ്ടാം ചന്ദ്രയാൻ ദൗത്യം പാളിപ്പോയപ്പോൾ നിരാശയോടെ കണ്ണുനീരുമൊഴിച്ച അന്നത്തെ ഇസ്രോ ചെയർമാൻ കെ ശിവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്കൃഷ്ടമായ നേതൃത്വ പാടവത്തിൻ്റെ ചിത്രം നമുക്കാർക്കും മറക്കാൻ കഴിയുന്നതല്ല. ബംഗളൂരു ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ മലയാളിയായ ഇപ്പോഴത്തെ ഇസ്രോ ചെയർമാൻ എസ് സോമനാഥിൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരുടെ മാസങ്ങൾ നീണ്ട കഠിനാധ്വാനത്തിൻ്റെ ഫലമായി കഴിഞ്ഞ ബുധനാഴ്ച വൈകുന്നേരം ചന്ദ്രയാൻ 3 ശുഭകരമായി ചന്ദ്രപ്രതലത്തിലിറങ്ങുമ്പോൾ അങ്ങ് ദക്ഷിണാഫ്രിക്കയിൽ രാഷ്ട്രത്തലവന്മാർക്കൊപ്പം ഇരുന്ന് ത്രിവർണ്ണ പതാക വീശി പ്രധാനമന്ത്രി ആ സന്തോഷം പങ്കിട്ടപ്പോൾ ചൈനീസ് പ്രസിഡന്റിൻ്റെതടക്കം പലരുടെയും മുഖം അല്പം കുനിഞ്ഞുവോ എന്ന് സംശയം. നമ്മുടെ ഇന്ത്യ നമ്മുടെ അഭിമാനമാണ്. നമ്മുടെ രാഷ്ട്രത്തലവന്മാർക്കും ഇസ്രോയിലെ ശാസ്ത്രജ്ഞന്മാർക്കും സാങ്കേതിക പ്രവർത്തകർക്കും കോടി അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ന്യൂസ് സ്കാൻ ആരംഭിക്കുന്നു. ഒരിക്കൽ കൂടെ ഏവർക്കും സ്വാഗതം. ചന്ദ്രയാൻ 3 ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയ ഇന്ത്യ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ അഭിമാനത്തോടെ തല ഉയർത്തി നിൽക്കുകയാണ്. ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തിൻ്റെയും 140 കോടി ജനങ്ങളുടെയും പ്രാർത്ഥനയുടെയും ഫലമായി നിശ്ചയിച്ച സമയത്ത് തന്നെ സേഫായി ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ഉപരിതലത്തിൽ തൊട്ടു. Currently, only 2 engines are now being fired, and we are nearly at zero velocity, vertical and horizontal. We were hovering, and now we are approaching the moon's surface. आप अपनी स्क्रीन पे देख सकते हैं कि हम लैंडर मॉड्यूल ഭാരതീയർ എന്ന നിലയിൽ നമ്മൾ ഓരോരുത്തരും അഭിമാന പുളകിതരായ നിമിഷം. ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ അമ്പരപ്പോടും തെല്ല് അസൂയയോടും കൂടെ ഇന്ത്യയെ നോക്കി സ്തംഭിച്ചു നിൽക്കുകയാണ്. ആംസ്ട്രോങ്ങും എഡ്വിനും ചന്ദ്രനിൽ കാല് കുത്തിയ കാലം മുതൽ ലോകരാഷ്ട്രങ്ങൾ അവരവരുടെ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുവാൻ തക്കവണ്ണം ബഹിരാകാശ പര്യവേക്ഷണങ്ങൾ തകൃതിയായി നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ ലോകത്തിൽ ഒരു രാജ്യത്തിനും അവകാശപ്പെടാനാകാത്ത വിധത്തിൽ ചന്ദ്രോപരിതലത്തിൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ആദ്യമായി വിജയകരമായി ഒരു പേടകം എത്തിച്ചത് ഇന്ത്യ മാത്രമാണ്. മലയാളിയായ ഇസ്രോ ചെയർമാൻ എസ് സോമനാഥിനോടൊപ്പം മലയാളികളായ ഏവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന അത്യപൂർവമായ നേട്ടം. കർണാടകത്തിലെ ശ്രീഹരിക്കോട്ടയിൽ ഇസ്രോയുടെ കേന്ദ്രം ആരംഭിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ ബഹിരാകാശ പരീക്ഷണങ്ങൾ തുടങ്ങിയത് ഈ കേരളത്തിൽ തിരുവനന്തപുരത്തിനടുത്ത് തുമ്പ എന്ന കൊച്ചു മത്സ്യബന്ധന ഗ്രാമത്തിലായിരുന്നു. അവിടെയാണ് കത്തോലിക്ക സഭയുടെ പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു മഹാത്യാഗത്തിൻ്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്നത്. ഇന്ത്യൻ ബഹിരാകാശ ദൗത്യങ്ങളുടെ ശൈശവ ദശയിൽ അവർക്കൊരു പരീക്ഷണശാല തുടങ്ങുവാൻ മഗ്ദലന മറിയത്തിൻ്റെ പള്ളിയും തങ്ങളുടെ വാസസ്ഥലവും വൈമനസ്യമില്ലാതെ സർക്കാരിന് വിട്ടുകൊടുത്തത് തിരുവനന്തപുരത്തെ കത്തോലിക്ക സഭയും അവിടുത്തെ വിശ്വാസികളുമായിരുന്നു എന്ന ചരിത്ര സത്യം ഇന്ന് പലർക്കും അറിഞ്ഞുകൂടാ. പക്ഷേ രാജ്യ പുരോഗതിയെ മുൻനിർത്തി സഭ നൽകിയ പരിത്യാഗത്തിൻ്റെ ചരിത്രം ആരാലും അറിയപ്പെടാതെ തമസ്കരിക്കപ്പെട്ട് പോകേണ്ട ഒന്നല്ല, മറിച്ച് അതെല്ലാവരും അറിയേണ്ടത് തന്നെയാണ്. 1960-കളിൽ ജവഹർലാൽ നെഹ്റു
ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേക വികസന സ്വപ്നങ്ങളുടെ ഭാഗമായി ബഹിരാകാശ പഠനം പൂർത്തിയാക്കിയ വിക്രം സാരാഭായിയെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുകയുണ്ടായി. അദ്ദേഹമായിരുന്നു ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ പരിശ്രമങ്ങൾക്ക് അടിത്തറ പാകിയത്. അങ്ങനെ ഇന്ത്യൻ ആണവ ഊർജ വകുപ്പിൻ്റെ കീഴിൽ ഇൻകോസ്റ്റാർ എന്ന ദൗത്യ സംഘം രൂപം കൊള്ളുകയും അതിനെ ഒരു ഗവേഷണ സ്ഥാപനം നിർമ്മിക്കുന്നതിന് വേണ്ടി പ്രൊഫസർ വിക്രം സാരാഭായിയും ഡോക്ടർ ഹോമി ഭാഭയും നടത്തിയ അന്വേഷണത്തിൻ്റെ പര്യവസാനത്തിലാണ് അധികമാർക്കും അറിയാത്ത കത്തോലിക്ക സഭയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെയും രാജ്യസ്നേഹത്തിൻ്റെയും തങ്കത്തിളക്കമുള്ള ചരിത്രം മറഞ്ഞു കിടക്കുന്നത്. സുവർണ ലിപികളിൽ അത് എഴുതപ്പെടേണ്ടത് തന്നെയാണ്. ഡോക്ടർ ഫാഫയും പ്രൊഫസർ സാരാഭായിയും ഒരുപാട് അലച്ചിലുകൾക്കൊടുവിൽ അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമായി കണ്ടെത്തിയത് കാന്തിക ഭൂമധ്യരേഖയോട് അടുത്ത് കിടന്ന തിരുവനന്തപുരത്തെ തുമ്പ എന്ന ചെറിയ മത്സ്യബന്ധന ഗ്രാമമായിരുന്നു. ആ ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്തായിരുന്നു അവരുടെ ആധ്യാത്മിക ചൈതന്യം തുളുമ്പി നിന്നിരുന്ന പുരാതനമായ വിശുദ്ധ മേരി മഗ്ദലിൻ എന്ന കത്തോലിക്ക പള്ളി സ്ഥിതി ചെയ്തിരുന്നത്. വിശുദ്ധ ഫ്രാൻസിസ് സേവിയർ 1544 ഒരു ചെറിയ ഷെഡാക്കി കെട്ടിയുണ്ടാക്കിയ ഈ പള്ളി പിന്നീട് ഈശോ സഭക്കാർ വലിയ പള്ളിയാക്കി ഉയർത്തുകയും 1588 ആ പള്ളി കൊച്ചി കത്തോലിക്ക രൂപതയുടെ കീഴിലാക്കുകയുമായിരുന്നു. ആ പള്ളി ഇരുന്ന സ്ഥലമാണ് ബഹിരാകാശ പരീക്ഷണശാലയ്ക്ക് അനുയോജ്യമായതെന്നാണ് വിക്രം സാരാഭായിക്ക് തോന്നിയത്. ഏതായാലും ആ സ്ഥലം ലഭ്യമാക്കുവാൻ അദ്ദേഹം രാഷ്ട്രീയമായ പല നീക്കങ്ങളും നടത്തി നോക്കിയെങ്കിലും അതൊന്നും ഫലപ്രദമായില്ല. കാരണം നാട്ടുകാരോട് ഇക്കാര്യം പറയാൻ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. അവസാനം അദ്ദേഹം അന്നത്തെ തിരുവനന്തപുരം ബിഷപ്പായിരുന്ന റവറൻ പീറ്റർ ബെർണാഡ് പെരേരയെ കണ്ട് കാര്യം പറഞ്ഞു. അദ്ദേഹം അതിന് അനുമതി കൊടുക്കുന്നതും കാത്ത് അടുത്ത ഞായറാഴ്ച വിക്രം സാരാഭായി അടക്കമുള്ളവർ പങ്കെടുത്ത വിശുദ്ധ കുർബാനയിൽ ബിഷപ്പ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ശാസ്ത്രം മനുഷ്യരാശിക്ക് നന്മയുളവാക്കുന്ന സത്യമാണ് അന്വേഷിക്കുന്നത്. ഞങ്ങൾ മനുഷ്യ മനസ്സുകളിലേക്ക് സമാധാനം കൊണ്ടുവരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ശാസ്ത്രമായാലും മതമായാലും രണ്ടും ശ്രമിക്കുന്നത് മനുഷ്യവംശത്തിന് നന്മകൾ കൊണ്ടുവരാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ഈ പള്ളിയും എൻ്റെ വീടും നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളും നമ്മുടെ രാജ്യത്തിൻ്റെ ഈ മഹത്തായ ശാസ്ത്ര ദൗത്യത്തിനായി നൽകിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ അത്രയ്ക്കൊന്നും വിദ്യാഭ്യാസമോ പഠിപ്പോ ഒന്നുമില്ലാത്ത മുക്കുവ തൊഴിലാളികളായ ആ പാവങ്ങൾ ഒരേ സ്വരത്തിൽ ആമേൻ പറഞ്ഞ് പിതാവിൻ്റെ വാക്കുകൾക്ക് സമ്മതം നൽകി. 1962 തിരുവനന്തപുരം ബിഷപ്പിൻ്റെ അനുഗ്രഹ ആശീർവാദത്തോടെ കളക്ടറായിരുന്ന കെ മാധവൻ നായർ കാര്യങ്ങൾ ദ്രുതഗതിയിൽ മുൻപോട്ട് നീക്കി. അങ്ങനെ വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ നാമധേയത്തിലുള്ള ആ ദേവാലയം തുമ്പ ബഹിരാകാശ കേന്ദ്രത്തിൻ്റെ പ്രഥമ കാര്യാലയമായി മാറി. പിൽക്കാലത്ത് ഇന്ത്യൻ പ്രസിഡന്റായി തീർന്ന ശാസ്ത്രജ്ഞൻ ആദരണീയനായ ഡോക്ടർ APJ അബ്ദുൽ കലാം തൻ്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകളിൽ 52-53 പേജുകളിൽ ഇങ്ങനെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്: ആ ദേവാലയത്തിൻ്റെ പ്രാർത്ഥനാ മുറിയായിരുന്നു എൻ്റെ ആദ്യത്തെ പരീക്ഷണശാല. ബിഷപ്പിൻ്റെ മുറിയാകട്ടെ വരയ്ക്കുവാനും ഡിസൈൻ ചെയ്യാനുമുള്ള എൻ്റെ ഓഫീസും. ഇന്നുവരെ ആ ദേവാലയവും പൂർണ്ണ ഗാംഭീര്യത്തോടെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും അദ്ദേഹം കുറിച്ചിട്ടിരിക്കുന്നു. ഇതേ തുമ്പയ്ക്കടുത്ത് തന്നെ മറ്റൊരു മുക്കുവ ഗ്രാമമായ വിഴിഞ്ഞത്താണ് ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ വാസസ്ഥലമില്ലാതെ വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളോടും പൊടിക്കുഞ്ഞുങ്ങളോടുമൊപ്പം അന്തി ഉറങ്ങി ജീവിക്കുവാൻ അതിജീവനത്തിന് വഴിതേടി സമരം ചെയ്തത്. അവർ തന്നെയാണ് ദുരിതം മഴയായി പെയ്തിറങ്ങിയ ഭീകര നാളുകളിൽ കേരളത്തെ മരണക്കയത്തിൽ നിന്ന് കോരിയെടുത്ത കേരളത്തിൻ്റെ സ്വന്തം സൈന്യവും. അവർ തങ്ങളുടെ പുരോഹിതന്മാരുടെ പിന്തുണയോടെ വിഴിഞ്ഞത്ത് ജീവിക്കുവാൻ വേണ്ടി സമരം ചെയ്തപ്പോൾ അവരെ സഹായിക്കുവാൻ, അവരെ സംരക്ഷിക്കുവാൻ ബാധ്യസ്ഥരായ ഭരണകൂടം സമാനതകളില്ലാത്ത വിധത്തിൽ
എത്ര ക്രൂരമായിട്ടാണ് അവരോട് പെരുമാറിയതെന്ന് ഏവർക്കും അറിയാം. എക്കാലത്തും ഇന്ത്യ എന്ന വികാരം ഉയർത്തിപ്പിടിച്ച് നാടിൻ്റെ വികസനത്തിനൊപ്പം നിന്ന കത്തോലിക്ക സഭ തന്നെയാണ് കൊച്ചിയിലെ കപ്പൽ നിർമ്മാണശാലയ്ക്കായി മുളവുകാട് പള്ളിയും പിതാക്കന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സെമിത്തേരിയും വിട്ടു നൽകിയത്. ഇന്ന് ക്രൈസ്തവ സമൂഹത്തെ അസഹിഷ്ണുതയോടെ വീക്ഷിക്കുന്ന ആര് തന്നെ ആ ചരിത്രത്തെ തമസ്കരിച്ചാലും ഇങ്ങനെ സമയാസമയങ്ങളിൽ ആ ചരിത്ര സത്യങ്ങൾ തനിയെ ഉയർത്തെഴുന്നേറ്റ് വരും. ഏതായാലും ചന്ദ്രയാൻ ഇനിയുള്ള 2 ആഴ്ചകളിൽ ചന്ദ്രനിലെ വിവരങ്ങൾ ഭൂമിയിലെത്തിക്കും. അത് പഠിച്ച് ചന്ദ്രനിൽ മനുഷ്യവാസം സാധ്യമാണോ എന്ന കാര്യം ശാസ്ത്രം വിലയിരുത്തും. ആവേശകരമായ കാര്യങ്ങളാണ് ഇനിയും വരാൻ പോകുന്നത്. ഇതൊക്കെ കണ്ട് ആകെ അന്തം വിട്ടുപോയ ഒരുപറ്റം ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്വന്തം മതത്തിനു വേണ്ടി എന്ത് നെറുകേട് കാണിക്കാൻ മടിയില്ലാത്ത ഒരു അഖില ലോക സ്വതന്ത്ര കമ്മ്യൂണിസ്റ്റ് കത്തിച്ചു വിട്ട വാണം ശാസ്ത്രം ജയിച്ചു, മിത്ത് തോറ്റു എന്നായിരുന്നു. മിത്ത് എന്ന് കമ്മ്യൂണിസ്റ്റുകാർ പറഞ്ഞത് മതവിശ്വാസത്തെ പറ്റിയാണെന്ന് അറിയാതെയാണോ ഇയാൾ ഇങ്ങനെ തട്ടി മൂളിച്ചതെന്ന് അറിയില്ല. പിന്നെ ഒരിക്കൽ ഇസ്രോ പൂട്ടിക്കെട്ടിക്കുവാൻ അതിൻ്റെ മുൻപിലേക്ക് സമരവുമായി ചെന്ന ഒരു മന്ത്രി പുങ്കവൻ ഇന്ന് ചന്ദ്രയാൻ്റെ ക്രെഡിറ്റിൽ പങ്കുപറ്റുവാൻ കാട്ടിക്കൂട്ടുന്ന വായാട്ടങ്ങൾ കാണുമ്പോൾ കരയണോ ചിരിക്കണോ എന്നറിയാതെ വിജൃംഭിച്ചു പോവുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ഏതായാലും മന്ത്രിയേമാന് കോടി നന്ദി. അന്ന് മറ്റു പല വ്യവസായ സംരംഭങ്ങളും സമരം ചെയ്ത് പൂട്ടിക്കെട്ടിയതുപോലെ ഇസ്രോ സമരം ചെയ്ത് പൂട്ടിക്കെട്ടിക്കാതിരുന്നത്. ഇനി സൂര്യനെ ലാക്കാക്കിയുള്ള അടുത്ത പര്യവേക്ഷണ പേടകമായ ആദിത്യയാന്റെ പര്യവേക്ഷണ ശ്രമങ്ങൾ ഉടനെ ആരംഭിക്കുമെന്നാണ് പ്രധാനമന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നത്. അതെന്തായാലും ആവേശത്തോടെ കാത്തിരിക്കും. കേരളത്തിലെ ജനങ്ങൾ സമ്മതിദാനാവകാശം നൽകി തെരഞ്ഞെടുത്ത സർക്കാരിനെയാണ് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി നയിക്കുന്നത് എങ്കിലും 2ാം ഘട്ട ഭരണത്തിൻ്റെ ആലസ്യത്തിൽ ഓൺലൈനിലും ഓഫ്ലൈനിലും നിറഞ്ഞു നിൽക്കുന്ന ഏറാൻ മൂളികളുടെ പിൻബലത്തിൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത തരം അപ്രമാദിത്വമുള്ള ഫ്യൂഡൽ പരിവേഷത്തിലേക്ക് എത്തിയപ്പോൾ സർക്കാരിനോ തനിക്കോ എതിരെ ജനാധിപത്യ മര്യാദയ്ക്കുള്ളിൽ നിന്ന് ആരോപണം ഉയർത്തിയാൽ പോലും അവരെ ആടപടലം പൂട്ടുന്നതായിരുന്നു പിണറായി സർക്കാരിൻ്റെ രീതി. അത്തരം നീക്കങ്ങൾക്ക് കൂടുതലും ഇരയായത് പ്രധാനമായും മാധ്യമങ്ങളും പത്രാധിപന്മാരുമായിരുന്നു. ഭീകരമായ മാധ്യമവേട്ടയുടെ കാലമായിരുന്നു കഴിഞ്ഞുപോയത്. അപ്പോഴാണ് ആരെയും കൂസാത്ത ഒറ്റയാനായി മൂവാറ്റുപുഴയിൽ നിന്ന് മാത്യു കുഴൽനാടൻ എന്ന യുവ കോൺഗ്രസ് നേതാവ് രംഗത്തെത്തുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ കുഴൽനാടൻ ഉയർത്തിയ ആരോപണങ്ങളെ നാക്കുവളച്ച് തള്ളുകയോ കൊള്ളുകയോ ചെയ്യുന്നത് ജനാധിപത്യ മര്യാദയാണെങ്കിലും അങ്ങനെ ഒന്ന് ഉണ്ടായിട്ടില്ല. പകരം കുഴൽനാടനെ പൂട്ടിക്കെട്ടുവാൻ കളമൊരുക്കുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. പക്ഷേ ഈ കണ്ട കാലം മുഴുവൻ പ്രതിയോഗികളെ ഒന്നിനു പുറകെ ഒന്നായി ഒതുക്കിയതുപോലെ അത്ര പെട്ടെന്നൊന്നും മെരുങ്ങുന്ന ജനുസിൽപ്പെട്ടയാളല്ല താനെന്ന് തെളിയിച്ചുകൊണ്ട് കുഴൽനാടൻ മുന്നേറുമ്പോൾ CPM അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. കുഴൽനാടൻ അനധികൃതമായി ഭൂമി സമ്പാദിച്ച ആളാണെന്ന് തെളിയിക്കുവാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ വന്ന് തൻ്റെ വീടിൻ്റെ മതിലിൻ്റെ അളവെടുത്തപ്പോൾ അതൊന്നും കൂസാതെ നിസാരഭാവത്തിൽ ഒരു ചായയും കുടിച്ച് പത്രവും വായിച്ച് വീടിൻ്റെ തിണ്ണയിലിരുന്ന് അതിനെ പ്രതിരോധിച്ച ചിത്രം മാത്രം മതിയാകും കുഴൽനാടൻ്റെ നീക്കങ്ങൾ തെളിയിക്കുവാൻ. തന്നെ പൂട്ടിക്കെട്ടാൻ ഇറങ്ങിയവർക്കെതിരെ വെല്ലുവിളികൾ ഉയർത്തിക്കൊണ്ടിരിക്കാതെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും CPMൻ്റെയും അടിത്തറ ഇളക്കുന്ന കണ്ടെത്തലുകളും വെളിപ്പെടുത്തലുകളുമാണ് കുഴൽനാടൻ വസ്തുനിഷ്ഠമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് നടത്തിയത് വീണ വിജയൻ്റെ മാസപ്പടി കേസാണെങ്കിൽ ഇപ്പോഴിതാ കടലാസ് കമ്പനികളുണ്ടാക്കി കള്ളപ്പണം വെളുപ്പിക്കാൻ വീണ നടത്തിയ സ്ഥാപനവൽകൃത അഴിമതിയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് വസ്തുനിഷ്ഠമായ തെളിവുകളുടെ പിൻബലത്തിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് കുഴൽനാടൻ. 1,72,00,000 മേടിച്ചു എന്നുള്ളത്
ഞാൻ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിലും എത്രയോ ഇരട്ടിയാണ്, അല്ലെങ്കിൽ ഇതിലും എത്രയോ കൂടുതൽ പണമാണ് വീണ കൈപ്പറ്റിയിട്ടുള്ളത്. നിങ്ങളുടെ മുഖ്യമന്ത്രിയും കുടുംബവും ചേർന്ന് നടത്തിയിട്ടുള്ള വലിയ കൊള്ള കേരളത്തിന് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം, ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്സും ആ GST രേഖകളും പുറത്തു വന്നാൽ കേരളം ഞെട്ടും. കുറ്റകൃത്യം നടത്തിയിട്ട് എത്ര ആസൂത്രിതമായി തെളിവുകൾ നശിപ്പിച്ചാലും ചെയ്ത കുറ്റം തെളിയിക്കുവാൻ പര്യാപ്തമായ നൂൽവണ്ണത്തിലെങ്കിലുമുള്ള തെളിവുകൾ ദൈവത്തിൻ്റെ വിരൽ സ്പർശം എന്ന വണ്ണം അവിടെ പര്യവിശേഷിക്കുന്നുണ്ടാകും. മാസപ്പടി കേസിൽ ദൈവത്തിൻ്റെ ആ വിരലാണ് ആദായ നികുതി ഇന്ത്യൻ സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവെന്ന് പറഞ്ഞു തുടങ്ങിയ കുഴൽനാടൻ എക്സാലോജിക്ക് ഒരു കമ്പനിയാണെങ്കിലും അതിൻ്റെ ഉടമസ്ഥയായ വീണ എന്ന വ്യക്തിയുടെ അക്കൗണ്ടിലൂടെ നടന്ന സാമ്പത്തിക ഇടപാടുകൾ സുതാര്യമല്ലാത്തത് കൊണ്ട് തന്നെയാണ് അത് തുറന്നു കാണിക്കാൻ താൻ രംഗത്തെത്തിയത് എന്ന് തറപ്പിച്ചു പറഞ്ഞു. കേരളത്തിലെ ജനങ്ങൾ ആരും ചിന്തിക്കുന്ന തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളല്ല ഇവിടെ നടന്നിരിക്കുന്നത് എന്നും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേവലം ഒരു കമ്പനിയിൽ മാത്രം നടന്ന റെയ്ഡിൻ്റെ വിശദാംശങ്ങളാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. പല കമ്പനികളിൽ നിന്നായി അതിനേക്കാൾ കോടാനുകോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന സ്ഥാനം ഉപയോഗിച്ച് വീണ കൈപ്പറ്റിയത് എന്ന കുഴൽനാടൻ്റെ ശക്തമായ ആരോപണം CPMന്റെ അസ്ഥിവാരമിളക്കാൻ പോകുന്നതാണെന്ന് ഉറപ്പാക്കിയിരിക്കുകയാണ്. കുഴൽനാടൻ ആ കമ്പനികളുടെ പേര് പറഞ്ഞില്ലെങ്കിലും ഒരു മതസ്ഥാപനം, 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഒരു ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥാപനം എന്നിവയാണ് അവയെന്ന് പറഞ്ഞുകൊണ്ട് മലയാള മനോരമ ഓൺലൈനിലൂടെ അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ടു. മുമ്പ് കുഴൽനാടൻ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടിയായി വീണ നിരപരാധിയാണെന്ന് പറഞ്ഞ് വെല്ലുവിളിയുമായി കഴിഞ്ഞ 2 ദിവസങ്ങളായി രംഗത്ത് വന്ന CPM നേതാക്കന്മാരായ ബാലന്റെയും തോമസ് ഐസക്കിൻ്റെയും പ്രതികരണങ്ങളെല്ലാം ചീറ്റിപ്പോയതിൻ്റെ കാരണം വീണയും എക്സാലോജിക്കും സർക്കാരിന് നികുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തെളിവുകൾ പുറത്തുവിടാൻ താൻ പലതരത്തിൽ പറഞ്ഞു നോക്കിയെങ്കിലും അത് ഏറ്റെടുക്കുവാനുള്ള നട്ടെല്ലുറപ്പ് CPM നേതാക്കന്മാർക്ക് ആർക്കും ഇല്ലാതെ പോയത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ 1.25 കോടി എന്ന് പറയുന്നത് ഒരു പടുകൂറ്റൻ മഞ്ഞുമലയുടെ അഗ്രം മാത്രമാണെന്നും വിശദ വിവരങ്ങൾ പുറത്തു വന്നാൽ കേരളം നടുങ്ങിത്തിരിക്കാനിരിക്കുന്നതേ ഉള്ളൂവെന്നും എക്സാലോജിക്കിനും വീണയ്ക്കും വെവ്വേറെ GST അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലും കരിമണൽ കർത്തായുടെ കമ്പനിയിൽ നിന്ന് മാത്രം 1.25 കോടി എന്ന വിവാദ തുകയുടെ 2 ഇരട്ടി തുക വീണയുടെ മാത്രം അക്കൗണ്ടിലേക്ക് ഒഴുകിയിട്ടുണ്ടെന്ന് തെളിവ് സഹിതമാണ് കുഴൽനാടൻ പ്രസ്താവിച്ചത്. ആർജവമുണ്ടെങ്കിൽ 1.25 കോടിയിലധികം രൂപ വാങ്ങിയിട്ടുണ്ടെന്ന് തുറന്നു പറയുവാനും വാങ്ങിയത് സുതാര്യമാണെങ്കിൽ അതിൻ്റെ രേഖ പുറത്തുവിടുവാനും അതിന് മടിക്കുന്നത് എന്തിനാണെന്നും പറഞ്ഞ് കുഴൽനാടൻ വീണയെയും പിണറായിയെയും CPMനെയും വെല്ലുവിളിച്ചത് ഭരണകൂടത്തിന് തന്നെ നേരിട്ട കനത്ത തിരിച്ചടി തന്നെയാണ്. കടലാസ് സ്ഥാപനങ്ങളുണ്ടാക്കി അതിൻ്റെ മറവിൽ നടത്തുന്നത് ഇത്തരം സമാനതകളില്ലാത്ത കൊള്ളയാണ്. അക്കൗണ്ടിലേക്ക് കോടികൾ കൈക്കൂലിയായി വാങ്ങിയിട്ട് ടാക്സ് അടച്ച് അതിനെ വൈറ്റുമണിയാക്കുന്ന സ്ഥാപനവൽകൃത കൊള്ളയാണ് വീണയുടെ കമ്പനി ചെയ്തത് എന്ന് കുഴൽനാടൻ വ്യക്തമാക്കി. ഏതായാലും കുഴൽനാടൻ്റെ നിയമപരമായി പ്രവർത്തിക്കുന്ന ചിന്നക്കനാലിലെ റിസോർട്ടിനെതിരെ ചൊറിയാൻ ചെന്ന CPMകാർ വഴിയേ പോയ പണി ഇരന്നു വാങ്ങിയിരിക്കുകയാണ്. അനധികൃതമായി CPM മൂന്നാർ മേഖലയിൽ നടത്തുന്ന സകല നിർമ്മാണ പ്രവർത്തനങ്ങളും പൊളിക്കേണ്ടി വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. ഹൈക്കോടതിയുടെ ഉത്തരവ് ലംഘിച്ച് പാർട്ടി ഓഫീസ് നിർമ്മിച്ചതിന് CPM ജില്ലാ സെക്രട്ടറി വർഗീസിനെതിരെ കോടതി അലക്ഷ്യത്തിന് കേസെടുത്തിരിക്കുകയുമാണ്. മനോരമ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ മുഖ്യമന്ത്രിയെയും മകളെയും ന്യായീകരിക്കാൻ വന്നത് അനിൽകുമാർ ആയിരുന്നു. ചർച്ച തുടങ്ങിയപ്പോൾ തന്നെ ഷാനി പ്രഭാകറിൻ്റെ മൂർച്ചയുള്ള ഇൻട്രോ കൗണ്ടറുകൾ കൊണ്ട് പരവശനായ അനിൽ എന്ത് പറയണമെന്നറിയാതെ IT കരിമണൽ കർത്തായെ ദില്ലിയിൽ കൊണ്ടുപോയി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ ബലമായി മൊഴിയെടുപ്പിച്ചതാണെന്ന കിടിലൻ കോമഡിയാണ്
അനിൽ തൊടുത്തുവിട്ടത്. ആ പുതിയ വിവരത്തെ തൊട്ട് ഉടനെ തന്നെ ഷാനിയുടെ കൗണ്ടർ വന്നു. CPM-ന്റെ പാർട്ടി വൃത്തങ്ങളോ പാർട്ടി സെക്രട്ടറിയോ പറയാത്ത ഈ കാര്യം ആരാണ് താങ്കളോട് പറഞ്ഞത്? CMRL തന്നെയാണോ എന്ന് ചോദിച്ചതോടെ അനില് ആടാപാടലം പെടുകയായിരുന്നു. പിന്നെ എഴുന്നേറ്റ് കണ്ടം വഴി ഓടുകയല്ലാതെ വേറെ വഴി അനിലിന്റെ മുമ്പിലുണ്ടായിരുന്നില്ല. CMRL CPM-നെ അറിയിച്ചതാണോ ഇക്കാര്യം? അവിടെ ചെന്നപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ എഴുതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു, അതിനെ തുടർന്ന് എഴുതി കൊടുത്തതാണ് എന്ന് CMRL അറിയിച്ചതാണോ CPM-നെ? അവിടെ മനസ്സിലാക്കണം എന്ത് വേണം? സാമാന്യ ബുദ്ധി വേണം. സാമാന്യ ബുദ്ധി അവിടെ ഇരിക്കട്ടെ. സാമാന്യ ബുദ്ധി കൊണ്ട് ഉത്തരം കിട്ടുന്ന ഒന്നും നമ്മുടെ മുന്നിൽ ഇപ്പോൾ കുറച്ച് ദിവസമായി ഇല്ല. താങ്കൾ ഇപ്പോൾ പറഞ്ഞ ആരോപണത്തിന്റെ അടിസ്ഥാനമാണ് ഞാൻ ചോദിക്കുന്നത്. CMRL CPM-നെ അറിയിച്ചതാണോ? രാഷ്ട്രീയ സമ്മർദ്ദത്തിന്റെ ഭാഗമായി ഞങ്ങൾ ഇങ്ങനെ മൊഴി കൊടുത്തതാണെന്ന് CMRL കമ്പനി ഉദ്യോഗസ്ഥർ CPM-നോട് പറഞ്ഞോ? CPM-ന്റെ ബോധ്യത്തിന് കാരണം എന്താണ്? ബോധ്യമല്ല, താങ്കൾ ഇപ്പോൾ ഉന്നയിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ്. CMRL-ന്റെ ഉദ്യോഗസ്ഥരെ ഇൻകം ടാക്സുകാർ കൊണ്ടുപോയി അവിടെ ചെന്നിരുന്ന് സമ്മർദ്ദം ചെലുത്തി മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി എഴുതിയെടുത്തു എന്നാണ് താങ്കളുടെ പാർട്ടി സെക്രട്ടറി പോലും ഇതുവരെ ഉന്നയിച്ചിട്ടില്ലാത്ത ഒരു ആരോപണം. അതിന്റെ അടിസ്ഥാനമാണ് ഞാൻ ചോദിച്ചത്. CMRL അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചോ? CPM-നോട് പറഞ്ഞോ? മറ്റാരോടെങ്കിലും പറഞ്ഞോ? ഇനി ഈ ചോദ്യം മൂന്നാമത്തെ തവണയാണ് ചോദിക്കുന്നത്. ഇനി ചോദിച്ചാൽ നമ്മുടെ പരിപാടി നടക്കൂലെന്ന് ഞാൻ പറഞ്ഞു. താങ്കൾ എന്തിനാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പേടിപ്പിക്കുന്നത് ശ്രീ അനിൽകുമാർ? താങ്കൾ പുതിയ പുതിയ വാദങ്ങൾ ഉന്നയിക്കുന്നു, അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങൾ നമ്മൾ ചോദിക്കുന്നു. അങ്ങനെയല്ലേ പറ്റൂ? മതിയോ? താങ്കൾ പറഞ്ഞ മറുപടി എന്നല്ല ഞാൻ ചോദിച്ചത്. ഞാൻ അത് 3 തവണ പറയേണ്ട കാര്യമില്ല. എനിക്ക് മറുപടി പറയാൻ താങ്കൾ ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഈ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത് അറിയാമോ? വ്യക്തമായ മറുപടിയിലേക്ക് എത്താതെ നിങ്ങൾ കേൾക്കൂ. പറഞ്ഞോളൂ, കേൾക്കുകയാണ്. CMRL-ന് അങ്ങനെ ഒരു ആരോപണം ഉണ്ടോ? ഞാൻ ഉന്നയിക്കുന്ന കാര്യം എന്റെ പാർട്ടിയുടെ ബോധ്യമാണ്. എന്റെ പാർട്ടിയുടെ ബോധ്യം CMRL പറയേണ്ട ബോധ്യമല്ല. CMRL-ന് അങ്ങനെ ഒരു പരാതി ഉണ്ടോ? മാത്രമല്ല, CMRL-ന്റെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്റെ മൊഴിയുടെ തുമ്പത്തല്ല എന്റെ. നിങ്ങളും നടത്തി ഞാനല്ല. പരിപാടിയില്ല. ഇല്ല പരിപാടിക്കില്ല. ചോദ്യം പറഞ്ഞു. ഇല്ല ആരും എടുത്തോളൂ. ശ്രീ അനിലക്കര, ശ്രീ അനിൽകുമാർ പിണങ്ങിപ്പോയിരിക്കുന്നു. എന്തിനാണെന്ന് നമുക്ക് ആർക്കും വ്യക്തമല്ല. അദ്ദേഹം പുതുതായി ഉന്നയിച്ച വാദങ്ങളാണ് CMRL ഉദ്യോഗസ്ഥരെ സമ്മർദ്ദത്തിലാക്കി വാങ്ങിച്ചെടുത്ത മൊഴിയാണ് എന്ന്. CPM ഇതുവരെ ഔദ്യോഗികമായി അങ്ങനെ ഒരു നിലപാട് പറഞ്ഞത് നമുക്കറിയില്ല. അങ്ങനെ അനില് ഓട്ടം തുടരുകയാണ്. പുതുപ്പള്ളിയിൽ വെച്ച് 24 ഹാഷ്മിയുടെ മുമ്പിലും അനില് എഴുന്നേറ്റ് ഓടാൻ ഒരുങ്ങി. ഏതായാലും കുഴൽനാടൻ പറയാതെ ബാക്കി വെച്ച പുതിയ മാസപ്പടി കഥകളുടെ പിന്നാമ്പുറങ്ങളിലേക്ക് മനോരമ വെളിച്ചം വീശിയപ്പോൾ BJP നേതാവ് പ്രതീഷ് വിശ്വനാഥും മറുനാടൻ മലയാളിയും ആ കമ്പനികളുടെ പേരും അവരെ വീണയ്ക്ക് കൊടുത്ത ലക്ഷങ്ങളുടെ മാസപ്പടി കണക്കും കൃത്യമായി തന്നെ വിളിച്ചു പറയുകയുണ്ടായി. ഇതിൻ്റെ വിശദമായ വിവരങ്ങളും തെളിവുകളും കുഴൽനാടൻ്റെ പക്കലുണ്ടെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ ഇടമുണ്ടെങ്കിൽ ആരോപണങ്ങൾ നിഷേധിക്കുവാൻ കുഴൽനാടൻ CPM-നെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചിരിക്കുന്നത്. ആ വെല്ലുവിളി ഏറ്റെടുക്കാനോ അതിന് മറുപടി പറയാനോ ആരും ഈ വിപ്ലവ പാർട്ടിയിൽ ഇല്ലാതെ പോയി. ഇനി ആരെങ്കിലും വന്നാൽ തന്നെ അപ്പോൾ ഒരു വരവ് കൂടി വരുമെന്നാണ് കുഴൽനാടൻ്റെ മാസ് ഡയലോഗ്. നമുക്കേതായാലും കാത്തിരിക്കാം. മുൻപ് ഒരു കേസുകളിലും സംഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ ലാവലിൻ കേസ് സുപ്രീം കോടതി 34 തവണയും മാറ്റിവെച്ചത് മുതൽ നയതന്ത്ര ബാഗേജിലെയും ബിരിയാണി ചെമ്പിലെയും സ്വർണ്ണക്കടത്ത് വരെയുള്ള കേസുകളിലും പിണറായി വിജയനെ കേന്ദ്ര ഏജൻസികൾ തൊടാത്തത് കേന്ദ്ര സർക്കാരിൽ പിണറായിക്ക് വേണ്ടി സ്വാധീനിക്കുന്ന അജ്ഞാത ശക്തിയുടെ പിൻബലത്തിലാണെന്നായിരുന്നു പഴയ കരക്കമ്പി. എന്നാൽ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി മറിഞ്ഞിരിക്കുകയാണെന്നുള്ള വസ്തുതയെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് മുൻ മന്ത്രി AC മൊയ്തീൻ്റെ വീട്ടിൽ എൻഫോഴ്സ്മെൻറ്റ് റെയ്ഡ് നടത്തിയത്. CPM-ലെ സ്വതവേ ശാന്തപ്രകൃതക്കാരനായ നല്ല പ്രതിച്ഛായയുള്ള വ്യക്തിയാണ് മൊയ്തീൻ എന്നാണ് പൊതുവെ കേട്ടിരുന്നത്. എന്നാൽ അതേ മൊയ്തീൻ തന്നെയാണ് കോടികളുടെ അഴിമതിക്ക് നേതൃത്വം കൊടുക്കുകയും ബിനാമി ഇടപാടുകൾ നടത്തിയതെന്നും കണ്ടെത്തിയ ED നീണ്ട 22 മണിക്കൂറാണ് മൊയ്തീൻ്റെ തൃശ്ശൂർ വടക്കാഞ്ചേരിയിലെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. ഇന്നലെ രാവിലെ
7:30 മണിയോട് കൂടിയിട്ടാണ് കൊച്ചി യൂണിറ്റിലെ ED ഉദ്യോഗസ്ഥർ ഇവിടെ വീട്ടിലെത്തിയത്. അപ്പോൾ എന്നോട് പറഞ്ഞത് കരുവണ്ണൂർ ബാങ്കിലെ വായ്പ ക്രമക്കേടുമായി ബന്ധപ്പെട്ട കാര്യത്തിനെ കുറിച്ച് ഉള്ളതാണ് പ്രശ്നം. അപ്പോൾ അതിന് വീട് പരിശോധിക്കണം. ഞാൻ പറഞ്ഞു പൂർണ്ണമായി ഞാൻ അതിനോട് സഹകരിച്ചു. റെയ്ഡ് ആസൂത്രിതവും അജണ്ടയുടെ ഭാഗവുമാണെന്ന് പറഞ്ഞ മൊയ്തീൻ ഏതുതരം അന്വേഷണത്തോടും സഹകരിക്കുമെന്ന് വ്യക്തമാക്കുകയുണ്ടായി. ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് തുടങ്ങിയ റെയ്ഡും പരിശോധനയും മൊഴിയെടുക്കലും ബുധനാഴ്ച രാവിലെ 5 മണി വരെ നീണ്ടു. പ്രമാദമായ ഇരിങ്ങാലക്കുട കരുവന്നൂർ സഹകരണ ബാങ്കിലെ 300 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പുമായി ബന്ധപ്പെട്ടായിരുന്നു മൊയ്തീനെ ചോദ്യം ചെയ്തത്. ഏറെ ഒച്ചപ്പാടും വിവാദവും ഉണ്ടാക്കിയ കരുവന്നൂർ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിലെ 300 കോടിയോളം രൂപയുടെ ഭൂരിഭാഗവും കൈയാളിയത് മൊയ്തീനോ മൊയ്തീനെ മുൻപിൽ നിർത്തി ചരട് വലിച്ച വലിയ വമ്പൻ സ്രാവുകളോ ആണെന്ന കാര്യം EDക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. മൊയ്തീൻ്റെ വീട്ടിൽ നിന്ന് നിരവധി രേഖകൾ പിടിച്ചെടുക്കുകയും മൊയ്തീൻ്റെ 2 ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു. ലഭ്യമായ തെളിവുകളുടെയും രേഖകളുടെയും അടിസ്ഥാനത്തിൽ വിശദമായി ചോദ്യം ചെയ്യുവാൻ ഈ 31-ന് ഹാജരാകാനാണ് മൊയ്തീന് കിട്ടിയിരിക്കുന്ന ഉത്തരവ്. അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. കരുവന്നൂർ ബാങ്കിൽ പാവങ്ങൾ നിക്ഷേപിച്ച പണമാണ് യാതൊരു തത്വദീക്ഷകളും മാനദണ്ഡങ്ങളും ഇല്ലാതെ CPMകാരെ പാർട്ടിക്കാർക്ക് വീതിച്ചു നൽകിയത്. മൊയ്തീനൊപ്പം കണ്ണൂർ സ്വദേശിയായ ഒരു സതീശനെയും മഹാരാഷ്ട്ര സ്വദേശിയായ ഒരു അനിൽകുമാറിനെയും ED പ്രതി ചേർത്തിരിക്കുകയാണ്. ഇവരുടെ ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ED മരവിപ്പിച്ചു കഴിഞ്ഞു. കരുവന്നൂർ ബാങ്കിൽ നടന്ന വായ്പാ തട്ടിപ്പ് ബാങ്കിൻ്റെ മാത്രം കുഴപ്പമാണ്, അതിൽ പാർട്ടിക്ക് പങ്കൊന്നുമില്ലെന്ന് വരുത്തി തീർത്ത് ബാങ്ക് സെക്രട്ടറിയെ ജയിലിലടച്ച് പ്രശ്നം പരിഹരിക്കാൻ സർക്കാരും ക്രൈംബ്രാഞ്ചും നടത്തിയ നീക്കങ്ങളെ അടപടലം പൊളിച്ചുകൊണ്ടാണ് ED തട്ടിപ്പിൻ്റെ സൂത്രധാരനായ മൊയ്തീനെ കുടുക്കിയത്. 150 കോടിയുടെ ബിനാമി ഇടപാടുകൾ മൊയ്തീൻ്റെ നിർദ്ദേശപ്രകാരമാണ് നടന്നത് എന്നും മൊയ്തീൻ ശുപാർശ ചെയ്ത് പണയ ഉരുപ്പടികളുമായി ബാങ്കിലെത്തിയവരെല്ലാം മുക്കുമണ്ഡങ്ങളാണ് ബാങ്കിൽ വെച്ചത് എന്നും EDക്ക് ബോധ്യമായിരിക്കുകയാണ്. ഈ തട്ടിപ്പിലൂടെ ഉണ്ടാക്കിയ കോടികളുടെ ഗുണഭോക്താക്കൾ CPMലെ ഏതൊക്കെ നേതാക്കന്മാരാണെന്നും മൊയ്തീനിൽ നിന്ന് EDയുടെ അപ്രതീക്ഷിത റെയ്ഡ് അത് ചെന്ന് എത്തുന്നത് ആരുടെ വീട്ടിലേക്കാണെന്നും അറിയുവാനായി അക്ഷമരായി കാത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. പുതുപ്പള്ളി പോരാട്ടം അതിൻ്റെ മൂർധന്യത്തിലേക്ക് എത്തുകയാണ്. അറിയാതെയാണെങ്കിലും ഇടത് സ്ഥാനാർത്ഥി ജയ്ക്ക് പറഞ്ഞതുപോലെ കടമെടുത്ത് മുടിയാറായ കേരളം വീണ്ടും ഒരു 2000 കോടി കൂടി കടമെടുത്തിരിക്കുകയാണ് ഓണം ഉണ്ണുവാൻ. കാണം വിറ്റും ഓണം ഉണ്ണണമെന്നാണല്ലോ അതിൻ്റെ ഒരു ഇത്. നമ്മുടെ നാട് ശരിയായി അല്ല, അവർ ശരിയാക്കി. പിന്നെ മറ്റൊരു കാര്യം, എന്തിനാണെന്നറിയില്ല 40ഓളം വാഹനങ്ങളുടെ അകമ്പടിയോടെ കേരളത്തിലൂടെ ചീറിപ്പായുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷ വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ക്ലിഫ് ഹൗസിൽ 46 പേരുടെ ഒരു പുതിയ ബറ്റാലിയനെ കൂടെ ഡ്യൂട്ടി കിട്ടും. 15 കമാൻഡോകളും 15 പേരടങ്ങുന്ന സ്ഥിരം സ്ട്രൈക്കർ ഫോഴ്സ് വേറെയും. KAP 5ാം ബറ്റാലിയനിലെ 45 പേരെ ഡ്യൂട്ടി കിട്ടതിന് പുറമെയാണിത്. എന്തിനു വേണ്ടിയാണാവോ ഇതൊക്കെ? ലോകസഞ്ചാരിയായ സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഈ വാക്കുകൾ ആരെയോ ഉന്നം വെച്ച് പറഞ്ഞതുപോലെയുണ്ട്. ഈ രാഷ്ട്രീയക്കാരുടെ ഈ മസിൽ പിടുത്തം കേരളത്തിലൊക്കെ കളയേണ്ട സമയം കഴിഞ്ഞു. നമ്മളാണ് കെട്ടുകാഴ്ച. അമേരിക്കൻ പ്രസിഡന്റിനേക്കാൾ ഗമയ്ക്കാണ് നമ്മളുടെ ഭരണാധികാരികൾ നടക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് അങ്ങനെ നടക്കുന്നതിന്റെ കാരണമുണ്ട്, അയാളെ എപ്പോഴെങ്കിലും തട്ടാൻ ആൾക്കാർ ചുറ്റും നടക്കുക. ഇവിടെ ഒരുത്തിനും വേണ്ടാത്തവരും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ന്യൂസ് സ്കാൻ ഇനി വീണ്ടും അടുത്തയാഴ്ച.